മലപ്പുറം ജില്ലയിൽ കുര്യനാട് ഇന്നലെ ദേശീയപാത 66-ൽ നിർമ്മാണം അവസാന ഘട്ട ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ അപകട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിൻ്റെ മുകളിലേക്ക് ഉച്ചയ്ക്ക് 2:15-നാണ് ഇൻ്റർലോക്ക് കട്ടകളടക്കം ഇടിഞ്ഞു വീണ് 3 കുട്ടികളടക്കം 8 പേർക്ക് ഇന്നലത്തെ ഈ അപകടത്തിൽ പരിക്കേറ്റു. കാക്കാട് മുതൽ വെള്ളിമുക്ക് വരെ 10 കിലോമീറ്റർ ദേശീയപാത ഇന്നലെ ഈ ഒരു സംഭവം കൊണ്ട് അടച്ചിരിക്കുകയാണ്. അപ്പം ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇതൊരു പാടത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. പാടത്ത് 10 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയാണ് ഈ പ്രധാന പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6 വരി പാതയുടെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വശം മൊത്തത്തിൽ ഇടിഞ്ഞു താന്നിട്ടുണ്ട്. ആദ്യഘട്ട ടാറിങ് പൂർത്തിയാക്കി കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡിലും വ്യാപകമായി വിള്ളൽ വീണിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലും വലിയ വിള്ളലുണ്ടായി. നിർമ്മാണത്തിൻ്റെ അപാകത എന്നാരോപിച്ചുകൊണ്ട് നാട്ടുകാർ ഇന്നലെ റോഡ് ഉപരോധം എല്ലാം നടത്തുകയുണ്ടായി. സാധാരണ ഒരു കണ്ടത്തിലും ഒരു പാടത്തുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വേണ്ടത്ത മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഇതിൻ്റെ നിർമ്മാണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കോടികൾ ചെലവഴിച്ച് പണിത ഒരു പാലത്തിൻ്റെ അവസ്ഥയാണിത്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ബ്രിട്ടീഷുകാർ പണിത് നന്നായി. ഈ ടീമൊക്കെ ആയിരുന്നെങ്കിൽ